അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്തു. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മധ്യസ്ഥത്താൽ ഞാൻ മക്കളെ ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. കർത്താവെ, ജോലിയില്ലാത്തവര്, വീടില്ലാത്തവര്, ജീവിതത്തിൽ കലഹങ്ങളും ഭിന്നത പിരിഞ്ഞു താമസിക്കുന്ന ജീവിത പങ്കാളികളെ, കുഞ്ഞുങ്ങളുടെ തെറ്റായ അവസ്ഥകൾ കണ്ട് വിഷമിക്കുന്ന മാതാപിതാക്കന്മാര്, ശാരീരികമായ രോഗങ്ങളെ അവസരപ്പെടുന്നതും രോഗം ആകുന്നതിന് സമയമെടുക്കുന്നില്ല എന്ന് ഓർത്ത് ഉത്കണ്ഠപ്പെടുന്നവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് യാത്ര ചെയ്യുന്നവരെ, ഇന്നത്തെ യാത്രയ്ക്ക് വേണ്ടി വിധവിധമായ ഒരുക്കിയിരിക്കുന്ന ലക്ഷ്യങ്ങൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ, സംസാരിക്കുന്ന സംഭാഷണങ്ങൾ, എഴുതുന്ന രേഖകൾ, ഒപ്പിടുന്ന ഡോക്യുമെൻറ്റുകൾ, പങ്കെടുക്കുന്ന ഇൻ്റർവ്യൂകൾ, സെൻഡ് ചെയ്യുന്ന മെസ്സേജുകൾ എല്ലാം കർത്താവിൻ്റെ കൃപയാൽ നിറയപ്പെടാനും നീ ഇന്ന് തിരികെ എത്തുന്ന സമയത്ത് കർത്താവിൻ്റെ കൃപ നിന്നെ നിറഞ്ഞു നിന്നുകൊണ്ട് സന്തോഷം വന്ന് ഉറങ്ങുവാനും ഇന്നത്തെ ദിവസം മുൻനിർത്തി നീ കണ്ടുമുട്ടുന്ന ഓരോ നിമിഷങ്ങളെയും, നിൻ്റെ ഓരോ സമയങ്ങളെയും, സന്ദർഭങ്ങളെയും, എല്ലാ സംരംഭങ്ങളെയും പരിശുദ്ധമ്മ ദേവമാതാവിൻ്റെ മധ്യസ്ഥത്തിലെ രാത്രിയും തിരിച്ചെത്തുന്നവരെ കർത്താവിൻ്റെ നാമത്തിൽ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ഞാൻ നിൻ്റെ ജീവിതത്തെയും നിൻ്റെ കുടുംബത്തെയും ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാനേ ആദ്യം ജെറുസലേമിൽ പോയപ്പോൾ എനിക്ക് വല്ലാത്ത അനുഭവമായിരുന്നു. കാര്യം ഞങ്ങൾ ഒലിവ് മലയിൽ നിന്ന് അവിടെ നിന്ന് ഈ പനയോല പോലൊരു സാധനമൊക്കെ അടിച്ച് എടുത്തിട്ട് ഒരു കഴുതക്കുട്ടി ഞാൻ കിട്ടിയായിരുന്നു. വെള്ള നിറത്തിലുള്ള കഴുതക്കുട്ടി. അപ്പോൾ ഞാനും വിജയകുമാർ സാറും വേറെ കുറേ ട്രൂപ്പിലൊക്കെ കുറേ ആൾക്കാരുണ്ട്. ഞങ്ങളെല്ലാവരും കൂടി ഈ കഴുതയും കൊണ്ടാണ് ഒലിവ് മലയിൽ നിന്ന് നമ്മൾ പടിഞ്ഞോട്ട് ഇറങ്ങി. പിന്നെ
പിന്നെ ഒരു താഴ്വാരത്തിലൂടെ പിന്നെ പടിഞ്ഞോട്ട് കയറിയ പോലെ എനിക്ക് തോന്നിയത്. പടിഞ്ഞോട്ട് കയറുമ്പോൾ ജെറുസലേം ദേവാലയമാണ്, കുറച്ച് നടക്കണം. പക്ഷേ ഈ കുന്നിറങ്ങി വേറെ കുന്നിലോട്ട് കയറുന്ന ഇടയ്ക്കുള്ള ഒരു ബേസം പോലെയൊക്കെ സംഭവില്ലേ, അവിടെ തെക്ക് വടക്ക് നെടുനീളത്തിൽ കുറേ കുഴിമാടങ്ങളാണ്. അപ്പോൾ അവിടെ കുഴിമാടത്തിനൊക്കെ എന്നാ രസം എന്ന് വെച്ചാൽ ഇപ്പോൾ ഭയങ്കര തീ പിടിച്ച വിലയാണ്. ഒരു കുഴിമാടത്തിനൊക്കെ 10 ലക്ഷം രൂപയ്ക്ക്. 10 ലക്ഷത്തിനും കിട്ടിയ ഭാഗ്യം. കാര്യം ഈ കർത്താവ് രണ്ടാമത്തെ ഈശോയുടെ വരവ് അവിടെയാണ് ആദ്യം വരണമെന്നുള്ളതാണ് യഹൂദന്മാരുടെ വിശ്വാസം. അതാണ് അതുകൊണ്ടാണ് അവർ ദേവാലയം കിഴക്കോട്ട് തിരിച്ചു വെക്കണം എന്ന് പറഞ്ഞില്ലേ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഞങ്ങൾ കിഴക്കുവശത്ത് ഒരു മലയിൽ നിന്നിട്ട് താഴേക്ക് ഇറങ്ങി പടിഞ്ഞോട്ട് കയറി എന്ന് പറയുമ്പോൾ ആ ദേവാലയം കിഴക്കോട്ട് തിരിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആ കുഴിമാടങ്ങൾ എന്ന് പറഞ്ഞാൽ 10,000 കുഴിമാടങ്ങളുണ്ട് അവിടെ. അതാണ്. അപ്പോൾ അവിടെ ഞാൻ ഈ ഓശാന ആയിട്ടാണ് ഇങ്ങനെ ജെറുസലേം ദേവാലയത്തിൻ്റെ കവാടത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഞങ്ങളവിടെ നിന്ന് എന്താ കാര്യം വെച്ചാൽ അതാണ് ഹക്കൽ ദാമ എന്ന് പറയുന്നത്. ഹക്കൽ ദാമ നമുക്ക് ആദ്യം മത്തായി 27:3 മുതലുള്ള തിരുവചനങ്ങൾ. അവനെ ഒറ്റിക്കൊടുത്ത യൂദാസ് അവൻ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു എന്ന് അറിഞ്ഞപ്പോൾ പശ്ചാത്തപിച്ച് ആ 30 വെള്ളി നാണയങ്ങൾ പ്രധാന പുരോഹിതന്മാരെയും. ഇത് കണ്ടില്ലേ, അത് ശിക്ഷിക്കുമെന്ന് വിചാരിച്ചില്ലെന്നാ എൻ്റെ അർത്ഥം. പക്ഷെ ഒറ്റിക്കൊടുത്താൽ മതി. ശിക്ഷിക്കണയൊക്കെ പിന്നെ ഇത് യൂദാസിന്റെ പരിധിയിലുള്ള കാര്യങ്ങളല്ല. അതാണ് വിഷയം. അവൻ പശ്ചാത്തപിച്ച് ആ 30 വെള്ളി നാണയങ്ങൾ പ്രധാന പുരോഹിതന്മാരെയും പ്രമാണിമാരെയും ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു നിഷ്കളങ്ക രക്തത്തെ ഒറ്റിക്കൊടുത്ത് ഞാൻ പാപം ചെയ്തിരിക്കുന്നു. അവൻ അവനോട് പറഞ്ഞു അതിന് ഞങ്ങൾക്കെന്ത്, അത് നിന്റെ കാര്യം. വെള്ളി നാണയങ്ങൾ ദേവാലയത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് അവൻ പോയി കെട്ടി ഞാന്ന് ചത്തു. പ്രധാന പുരോഹിതന്മാർ ആ വെള്ളി നാണയങ്ങൾ എടുത്തുകൊണ്ട് പറഞ്ഞു ഇത് രക്തത്തിന്റെ വിലയാകയാൽ ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കുന്നത് അനുവദനീയമല്ല. അതുകൊണ്ട് അവർ കൂടി ആലോചിച്ച് ആ പണം കൊടുത്ത് വിദേശീയരെ സംസ്കരിക്കാൻ വേണ്ടി കുശവന്റെ പറമ്പ് വാങ്ങി. അത് ഇന്നും രക്തത്തിന്റെ പറമ്പ് എന്നറിയപ്പെടുന്നു. അതാണ് ആ പറമ്പിലാണ് ഈ കുഴിമാടങ്ങൾ കണ്ടുവെന്ന് പറഞ്ഞില്ലേ. അതിനെക്കുറിച്ച് നടപടി പുസ്തകം പിന്നെയും വിശദീകരിക്കുന്നുണ്ട്. അതൊക്കെ പിന്നെ കാണാം. പക്ഷേ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു വചനമുണ്ട്. ഇത് എന്നെ വല്ലാതെ സ്വാധീനിച്ചൊരു വചനമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഈ അന്നാസും കയ്യഫസും കൂടി യൂദാസ് എറിഞ്ഞു കളഞ്ഞ നാണയം എടുത്തിട്ട്, അത് വെള്ളി നാണയങ്ങളാണ്, എടുത്തിട്ട് അവർ എന്താ ചെയ്യണത്, ഇത് രക്തത്തിൻ്റെ വിലയാണെന്ന് പറഞ്ഞു. കർത്താവിൻ്റെ രക്തത്തിൻ്റെ വിലയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം, ഇത് കൊടുത്ത് വിദേശീയരെ സംസ്കരിക്കാൻ വേണ്ടി ഒരു പറമ്പ് വാങ്ങാം. അപ്പോൾ അതിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. ശരിക്കും പറഞ്ഞാൽ വിദേശം എന്ന് പറഞ്ഞാൽ എന്താണ്, യഹൂദന്മാരല്ലാത്ത ആൾക്കാർ. ഇപ്പം കർത്താവിൻ്റെ തിരുരക്തം ചൊരിഞ്ഞതിന് യഹൂദര് അല്ലാത്ത ആൾക്കാരും ആ കർത്താവ് നേടിയെടുത്ത രക്ഷയുടെ ഭാഗഭാക്കുകളാകുന്നുണ്ട്. വിദേശീയരെന്നാണ് പറയണമെന്നുണ്ടെങ്കിലും വിജാതിരെന്നാണ് ശരിക്കും പറഞ്ഞാൽ വരുന്നത്. അപ്പോഴേ ഈശോ മംഗളവാർത്ത സമയത്ത് ഈശോയെക്കുറിച്ച് പറഞ്ഞെന്താണ്, അവൻ തൻ്റെ ജനങ്ങളെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിക്കും. പക്ഷേ ആ പാപങ്ങളിൽ നിന്ന് മോചിക്കുമ്പോൾ അതിൻ്റെ ഇഫക്റ്റ് എങ്ങനെയാണ്, സകല ജനങ്ങൾക്കും വേണ്ടിയാണത്. സന്തോഷത്തിൻ്റെ സദ്വാർത്തയായിട്ടാണ് അതിൻ്റെ പാപമോചനം വരണത്. അപ്പോൾ അതിനകത്ത് സ്വജാതിരും പെടും, വിജാതിരും വരും, സ്വദേശീയരും വിദേശീയരും ഉണ്ടാകും. അപ്പം അറിഞ്ഞും അറിയാതെയൊക്കെ സുവിശേഷം വ്യാപകമായ രീതിയിൽ ആഗോളപരമായിട്ട് ജന്മാന്തരങ്ങളിലൂടെയുള്ള കർത്താവിൻ്റെ രക്ഷയെ വളരെ നിശബ്ദവും എന്നാൽ വളരെ ശബ്ദമുഖരിതമായിട്ടും രക്ഷയെ പ്രഖ്യാപിക്കുന്നുണ്ട്. ഇനി രസമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിൽ
സഭ അക്രൈസ്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇത് വെള്ളിയാഴ്ച നമ്മൾ കുരിശാരോഹണത്തിന് മുമ്പ് സഭ അക്രൈസ്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പിന്നെ ദൈവവിശ്വാസം ഇല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അതിൻ്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും അറിഞ്ഞോ അറിയാതെയും ഒക്കെ ഈ രക്ഷയുടെ പരിധിയിലാണ് ഉള്ളത്. അപ്പോൾ എല്ലാവരും രക്ഷപ്പെടണമെന്നും സത്യമാർഗം സ്വീകരിക്കണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു എന്നുള്ള ആദിമസഭയുടെ വിശ്വാസമാണ്, അനുഭവ വിശ്വാസം. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ പാപങ്ങളെ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ തന്നെ അതുപോലെ തന്നെ മറ്റുള്ളവർ വിശ്വാസത്തിലേക്ക് വരാൻ വേണ്ടിയായിരിക്കണം ഈ വിശുദ്ധ വാരത്തിൽ നമ്മൾ എല്ലാവരും നമ്മൾ ചെയ്യുന്ന എല്ലാ ക്രിസ്തുവിൻ്റെ വഴികൾ, പള്ളികളിലുള്ള കബറിടങ്ങളിലുള്ള പ്രാർത്ഥനകൾ, അതുപോലെ തന്നെ കുരിശുമുത്തൽ, കുരിശ് ആരാധനം, ഇങ്ങനെയുള്ള എല്ലാ സംഭവവും, ദിവ്യകാരുണ്യ സ്വീകരണം, ദിവ്യകാരുണ്യ ആരാധന, ഇതെല്ലാം മറ്റുള്ളവർ കൂടി വിശ്വാസം സ്വീകരിക്കാൻ, കർത്താവിനെ രക്ഷകനായിട്ട് സ്വീകരിക്കാൻ, അവർ മതം മാറുക എന്നല്ല പറയാൻ ഉദ്ദേശിക്കുന്നത്, മറിച്ച് മനസ്സുകൊണ്ട് ഈശോനെ രക്ഷകനായിട്ട് സ്വീകരിക്കാൻ പറ്റും. മറ്റു മാർഗങ്ങളില്ല എന്നുണ്ടെങ്കിൽ ഓരോരുത്തരുടെ വിശ്വാസം ദൈവമല്ലേ കാണുന്നത്. പക്ഷേ ക്രിസ്തു വിശ്വസിക്കുന്നവർ എല്ലാ തിന്മകളിൽ നിന്നും സന്ധിയില്ലാത്ത രീതിയിൽ സന്ധി ചെയ്യാതെ സുവിശേഷ ചൈതന്യം ഉൾക്കൊണ്ട് ക്രിസ്തു നാമത്തിൽ സാക്ഷിയായിട്ട് ജീവിക്കാനിടയാക്കണം. അപ്പം ദൈവസ്നേഹവും ഏറ്റവും കൂടുതൽ ഒരു വിശ്വാസിക്ക് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു കാലയളവാണ് വിശുദ്ധ വാരം. പക്ഷേ നിങ്ങളതെല്ലാം മറ്റുള്ള മനുഷ്യരെ വിശ്വാസം സ്വീകരിക്കാൻ, അത് ഏറ്റവും വലിയ വിഷയം വെച്ചാൽ നമ്മൾ തന്നെ നമുക്കത് മനസ്സിലാവാത്തതിൻ്റെ കാരണം ചിലർ ഇപ്പം മറ്റുള്ളൊരു വിശ്വാസം ഇപ്പം നമ്മൾ തന്നെ ഗതികേട് കൊണ്ട് ഈ വിശ്വാസം സ്വീകരിച്ച് ചില ആൾക്കാർ ഗതികെട്ട് നടക്കണില്ല. എന്നുവെച്ചാൽ വിശ്വാസം ജീവിക്കാത്തത് കൊണ്ടാണ്. അവർ വിശ്വാസം ജീവിക്കണില്ല, അവർക്കൊരു വിശ്വാസം ഉണ്ട്, പക്ഷെ അത് വിശ്വാസം ജീവിക്കാത്തത് കൊണ്ട് അവർക്ക് വിശ്വാസം കൊടുക്കാനുള്ള കൃപയില്ല. അതുകൊണ്ടാണ് നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി വിശ്വാസം കൊടുക്കാൻ വേണ്ടി ഒന്നും ചെയ്യാത്തതിൻ്റെ കാരണം. മറ്റുള്ളവർ വിശ്വാസം കൊടുക്കാൻ വേണ്ടി ഒന്നും ചെയ്യണില്ലല്ലോ. കേരള സഭയാണെങ്കിലും ഭയങ്കരമായ രീതിയിൽ പ്രാർത്ഥനയും ധ്യാനങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ആക്ച്വലി വാട്ട് ദേ ആർ ഡൂയിങ് ടു ട്രാൻസ്ഫർ ദ ഫെയ്ത്ത് എന്താണ് കോൺക്രീറ്റായിട്ട് അവർ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വലുതായിട്ടൊന്നും ചെയ്യാൻ ഇല്ല. ശരിക്കും പറഞ്ഞു ഉടമ്പടി എടുത്ത ആൾക്കാർ ചെയ്യുന്നുണ്ട്, ആ വിശ്വാസം കൈമാറുന്നത് കറക്റ്റായിട്ട് കൈന്ന് മാറും. അപ്പം ഉടമ്പടി എടുത്തവർ അത് ഉറച്ചു നിൽക്കുകയും മറ്റുള്ളവരെ തങ്ങളുടെ വിശ്വാസം കൈമാറാൻ വേണ്ടി പ്രത്യേകം ഓർപ്പിക്കുന്നു. എൻ്റെ പേര് ലിജി വർഗീസ്, ആലപ്പുഴ ജില്ലയിലെ എടത്വ എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. എനിക്ക് 3 മക്കളാണുള്ളത്. മൂത്ത മകളാണ് ഇത് ആൻലിൻ സൂസൻ ചെറിയാൻ, ഇത് ഇളയാളാണ്. ഞാൻ ജനുവരി 24-ാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത്, അതായത് നമ്മൾ പത്രത്തിലൂടെയൊക്കെ മാതാവിൻ്റെ സാക്ഷ്യമൊക്കെ വായിക്കുമ്പോൾ എന്നെയും ഇങ്ങനെ ഒരു സാക്ഷിയാക്കണേ എന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെയാണ് ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്ത് 2ാം പൊക്കം എൻ്റെ വീട്ടിൽ വെച്ച് ഈ നെല്ലിനൊക്കെ പോള കരിയാൻ അടിക്കുന്ന പാരക്കോട്ട് എന്ന് പറഞ്ഞ ഒരു വിഷവസ്തുവാണ്. അത് അടിച്ചതിൻ്റെ ബാക്കി എൻ്റെ വീട്ടിൽ ഇരുന്നത് ഇളയാൾ അത് എടുത്തപ്പോൾ അത് വിഷമാണെന്ന് പറഞ്ഞാൽ അതിൽ മണ്ടയ്ക്കത്തെ അടപ്പില്ല, അകത്തോട്ടുള്ള ഒരു വെള്ള അടപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് വിഷമട എടുക്കരുതേ എന്ന് പറഞ്ഞ് തട്ടിപ്പറിച്ചപ്പോൾ അതിൽ എയർ ഉള്ളതുകൊണ്ട് ബോട്ടിലിൽ അമക്കിയപ്പോഴേക്കും അത് തെറിച്ച് ഇവളുടെ ദേഹത്തും വായിലുമെല്ലാം തെറിച്ച് വീണു. ഞങ്ങളിന്ന് രാത്രി ഒരു 9:30 ആയപ്പോഴാണ്, അതായത് യൂണിഫോം അലക്കിയിട്ടത് എടുക്കാനായിട്ട് ടെറസിലേക്ക് പോയപ്പോൾ പറ്റിയ സംഭവമാണ്. അത് പെട്ടെന്ന് തന്നെ മുഖവും വായും എല്ലാം കഴുകിയെങ്കിലും ഞങ്ങൾക്ക് ഇത്രയും വിഷമായിട്ട് പുല്ലൊക്കെ കരിയുന്ന സാധനമല്ലേ, ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചേക്കാം എന്ന് പറഞ്ഞ് ഞങ്ങൾ പെട്ടെന്ന് തന്നെ പപ്പയും ഞങ്ങളെല്ലാവരോടും ചേർന്ന് വണ്ടാനം ആശുപത്രിയിലേക്കാണ് പോയത്. അവിടെ ചെന്ന് ഡോക്ടറെ ഈ ബോട്ടിലിൻ്റെ ഫോട്ടോ കാണിച്ചപ്പോൾ തന്നെ അവർ പറഞ്ഞു, ഇതിൽ ഒരു തുള്ളിയെങ്കിലും വയറിൽ ചെന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വായിൽ ചെന്നിട്ടുണ്ടെങ്കിൽ കുട്ടി രക്ഷപ്പെടില്ല. ഇതുവരെയുള്ള അവരുടെ എക്സ്പീരിയൻസിൽ ആരും രക്ഷപ്പെട്ടിട്ടില്ല. ഇപ്പോൾ തുടക്കത്തിൽ ബുദ്ധിമുട്ടില്ലെങ്കിലും കുട്ടിയുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് 5 ദിവസം അല്ലെങ്കിൽ 7 ദിവസം മുതലാണ് ഇത് വിസിബിൾ ആകുന്നത്. സെല്ലുകളെ ഡാമേജ് ആക്കുന്ന ഒരു കണ്ടൻ്റാണ് ഇതിലുള്ളത്. അതെവിടെയെങ്കിലും പറ്റിയിരിപ്പുണ്ടെങ്കിൽ ആ അവയവമാണ്
കുറേശ്ശെയായിട്ട് അവയവത്തിൻ്റെ പ്രവർത്തനം നിന്നു പോവുകയും പിന്നെ കുട്ടിയുടെ ജീവൻ അത് ആപത്താവുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങളിപ്പോൾ കുട്ടി ഇങ്ങനെ ഇരിക്കുന്നു എന്ന് വിചാരിച്ച് നിങ്ങൾ മനസ്സിനെ പ്രാപ്തമാക്കിക്കൊണ്ടിരിക്കണം. ഇവിടെ വന്ന എല്ലാവരും തന്നെ ഒരാഴ്ച കഴിയുമ്പോൾ ബുദ്ധിമുട്ടായി അങ്ങനെ 1 മാസം, ചിലരൊക്കെ 1.5 മാസമൊക്കെ നിന്ന് മരണത്തിലേക്ക് തന്നെയാണ് പോയിട്ടുള്ളത് എന്നാണ് ആ ഡോക്ടർ പറഞ്ഞത്. ആദ്യം പപ്പയോടാണ് പറഞ്ഞത്. എൻ്റെ അപ്പോഴത്തെ ആ ഒരു വിഷമാവസ്ഥയിൽ എന്നോടത് പപ്പ ഷെയർ ചെയ്തില്ല. ആദ്യം കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത്, രക്ഷപ്പെട്ടോളും, അവർ മരുന്ന് ചെയ്ത് വയറ് കഴുകിക്കോളും എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഡോക്ടർ പറഞ്ഞു 4 മണിക്കൂറിനുള്ളിൽ രക്തത്തിൽ കലർന്നിട്ടുണ്ടെങ്കിൽ അത് കലരാതിരിക്കാൻ വേണ്ടി ഡയാലിസിസ് പോലെ ഒരു കാര്യമുണ്ട്, അത് ചെയ്യണം, അത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചെയ്യാം, അതൊരു സേഫ് എന്ന വണ്ണം വന്ന് പറഞ്ഞു. ഞങ്ങൾ പെട്ടെന്ന് തന്നെ അത് ചെയ്തോ എന്ന് പറഞ്ഞ് അത് ചെയ്യുകയും ചെയ്തു. പിറ്റേ ദിവസം അന്ന് അത് ചെയ്തതിന് ശേഷം ഐ സിയിലോട്ട് മാറ്റി അന്ന് വൈകിട്ട് ഡോക്ടർ വന്നപ്പോഴാണ് എന്നോട് പറയുന്നത്, കുഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങളോട് കൃത്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങളത് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ വേണം ജീവിക്കാൻ. ഈ ഒരു ഇതിൽ സെല്ലുകൾ ഡാമേജ് ആകുവാൻ നമ്മൾ എല്ലാ ദിവസവും ബ്ലഡ് റൊട്ടീൻ ചെയ്യും. അതിൻ്റെ വ്യത്യാസങ്ങളൊക്കെ അനുസരിച്ചാണ് ഇതിന് എന്തുമാത്രം എഫക്റ്റിൽ ഇത് ചെന്നിട്ടുണ്ട് എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ എന്നൊക്കെ എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് 2 അമ്മമാരും ഇല്ല. ഞാനപ്പോൾ പെട്ടെന്ന് ഞാൻ പൊതുവെ മാതാവിനോട് ഒത്തിരി വിശ്വാസമുള്ള ആളാണ്. ഞാൻ പെട്ടെന്ന് എൻ്റെ വായിൽ എൻ്റെ അമ്മ മാതാവെ, എന്നെ ഏൽപ്പിക്കാൻ എനിക്ക് വേറൊരു അമ്മയില്ല, അമ്മ മാത്രമേ ഉള്ളൂ. എൻ്റെ കുഞ്ഞിനെ കരങ്ങൾ തൊട്ട് നീല കാപ്പ കൊണ്ട് പൊതിഞ്ഞ് സംരക്ഷിക്കണേ മാതാവേന്ന് അന്ന് തന്നെ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ ദൈവത്താൽ അസാധ്യമായിട്ടൊന്നുമില്ലല്ലോ എന്നാ ഡോക്ടറോട് ഞാൻ പറഞ്ഞപ്പോൾ ആ ഡോക്ടർ എൻ്റെ തോളിൽ തട്ടി പറഞ്ഞു, ദൈവത്താൽ അസാധ്യമായിട്ടൊന്നുമില്ല, മെഡിക്കൽ എത്തിക്സിനെയൊക്കെ മറികടക്കുന്ന ദൈവസാക്ഷ്യങ്ങൾ ഒത്തിരി ഉണ്ട്, അമ്മ പ്രാർത്ഥിക്ക്, അല്ലാതെ ഞങ്ങൾ എന്ത് പറയാനാ എന്ന് പറഞ്ഞു പോയി. ഞാൻ ഐസിയുവിൻ്റെ വാതിക്കലിരുന്ന് ജപമാല തന്നെ എത്രയും ദൈവമുള്ള മാതാവേയും ജപമാലയും ചൊല്ലിക്കൊണ്ടേയിരുന്നു. എൻ്റെ കുഞ്ഞിൻ്റെ കൂടെ ഉണ്ടാകണേ. ഒത്തിരി മുതിർന്നവരാണ് ആ ഐ സിയിലെ ബെഡിലെല്ലാം കിടക്കുന്നതും മിഷനൊക്കെ വെച്ചുള്ള ആ ഒരു അന്തരീക്ഷം അവൾക്ക് വളരെ ബുദ്ധിമുട്ടായിട്ട് അവൾ വന്ന് കരയുകയും ഭയങ്കരമായിട്ട് വിഷമിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ അവിടുത്തെ ആ മെയിൽ നേഴ്സ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, കുഞ്ഞിന് ഉറങ്ങാനോ കിടക്കാനോ ഒന്നും പറ്റുന്നില്ല, അമ്മ കുറച്ച് നേരം വന്ന് അവളുടെ അടുത്ത് വന്ന് നിന്നോളാൻ പറഞ്ഞു. ഞാൻ അവളുടെ അടുത്ത് ചെന്നിട്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്ന കൊന്ത ചേർത്ത് അവളെ പിടിച്ചിട്ട് ഇതേപോലെ തന്നെ പ്രാർത്ഥിച്ചു, എൻ്റെ അമ്മ മാതാവേ, അമ്മയെ ഞാൻ എൻ്റെ അമ്മയുടെ കയ്യിൽ എൻ്റെ കുഞ്ഞിനെ സമർപ്പിക്കുകയാണ്, എൻ്റെ കുഞ്ഞിന് ഒരാപത്തും വരുത്തരുത്, എൻ്റെ കുഞ്ഞിൻ്റെ കൂടെ നിന്ന് ജപമാല ചൊല്ലുവാൻ അല്ലെങ്കിൽ മാതാവിൻ്റെ സാക്ഷിയാക്കുവാൻ എൻ്റെ കുഞ്ഞിനെ ഒരുക്കണേ എന്ന്. പിറ്റേ ദിവസം രാവിലെ ഡോക്ടർ വന്നിട്ട് പറയുകയാണ്, അമ്മയും മോളും കൂടെ നിൽക്കാൻ വേണ്ടി കുഞ്ഞിത്രയും പേടിച്ചുമൊക്കെ നിൽക്കുന്നത് കൊണ്ട് മനസ്സിനൊരു ധൈര്യം ഉണ്ടാകാൻ വേണ്ടി ഞങ്ങൾ ICUന്ന് തൊട്ടടുത്തുള്ള ഐസൊലേഷൻ റൂമിലേക്ക് മാറ്റുകയാണ്. അവിടെ അമ്മയ്ക്കും മോൾക്കും കൂടെ നിൽക്കാം, കുഞ്ഞിൻ്റെ കൂടെ 14 വയസ്സേ ഉള്ളൂ, മോളുടെ ഒരു ധൈര്യത്തിന് വേണ്ടി അമ്മയും കൂടെ നിന്നോ എന്നുള്ള ആ സൗകര്യം ഒരുക്കി. ആ റൂമിൽ വന്ന് രാവിലെ എന്നില്ല രാത്രി എന്നില്ല 24 മണിക്കൂറും ഞാൻ ഉറങ്ങാതെ അവളുടെ കയ്യിൽ ജപമാല കൊടുത്തുകൊണ്ട് തന്നെ ഞാൻ ജപമാല ചൊല്ലാൻ തുടങ്ങി. എന്നും ഞാൻ പറയും, അമ്മയുടെ സാക്ഷിയാക്കി എൻ്റെ കുഞ്ഞിനെ മാറ്റണേ, അമ്മയുടെ സാക്ഷിയായി ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ എനിക്ക് അവസരം ഒരുക്കണേ. അവളും പ്രാർത്ഥിക്കുമെന്നുണ്ടെങ്കിലും അത്രയധികം വിശ്വാസമുള്ള ആളൊന്നുമല്ലായിരുന്നു അവളോട്. പക്ഷേ ഈ ഒരു അവസ്ഥ നമ്മൾ പറഞ്ഞിട്ടുമില്ല. അപ്പം ഞാൻ കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ അവൾ പറയും, അമ്മ എന്തിനാ വിഷമിക്കുന്നത്? ഞാൻ പറഞ്ഞു, ഒന്നുമില്ല മോൻ മാതാവിനോട് പ്രാർത്ഥിക്കുക, എന്തെങ്കിലും ഉണ്ടെങ്കിൽ മോൻ്റെ ബുദ്ധിമുട്ട് മാറും. പക്ഷെ അന്ന് മുതൽ അവളുടെ തൊണ്ടയ്ക്ക് വേദനയും തൊണ്ടയിൽ നിന്ന് തുപ്പലിറക്കാനുള്ള ബുദ്ധിമുട്ടും, ഇതിന് ട്യൂബ് ഇട്ടിട്ടുണ്ട്, വിഷാംശമായതുകൊണ്ട് തന്നെ ഫുഡൊന്നും കെടുക്കാൻ പറ്റില്ല, ഡ്രിപ്പിട്ട് ട്യൂബ് ഇട്ടിരിക്കുക. അപ്പോൾ ആദ്യം ഡോക്ടർ പറഞ്ഞു തൊണ്ടയിൽ ട്യൂബ് ഇട്ടതിൻ്റെ ബുദ്ധിമുട്ടായിരിക്കാം എന്ന് പറഞ്ഞു. പിന്നെ അന്ന് തന്നെ ഗ്യാസ്ട്രോയുടെ ഡോക്ടർ വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, നമുക്ക് എൻഡോസ്കോപ്പി എടുക്കണം, തൊണ്ടയിലെ ബുദ്ധിമുട്ട് അത് തന്നെയാണോ അതോ വിഷാംശം ഉള്ളിൽ ചെന്നതിൻ്റെ ആണോ എന്ന് അറിയാൻ പറ്റില്ല. അങ്ങനെ എൻഡോസ്കോപ്പി എടുത്തപ്പോൾ തൊണ്ടയുടെ കുറച്ച് ഭാഗം അൾസർ കാണുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നു ഉള്ളിൽ ഈ വിഷാംശം ചെന്നതുകൊണ്ടുണ്ടായ പൊള്ളലാകാം അത്. അപ്പോൾ ഡോക്ടർ പിന്നെയും ആദ്യത്തെ ആ ഒരേ പോയിന്റിലേക്ക് സ്ഥിരീകരിച്ചു, ഉള്ളിൽ ചെന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. ഞാൻ അന്ന് മുറുകെ പ്രാർത്ഥിച്ചു. അപ്പോൾ ഞങ്ങളുടെ ഒരു ബന്ധു, ഭർത്താവിൻ്റെ സഹോദരൻ്റെ ഭാര്യയാണ്, ആൾ നേരത്തെ തന്നെ ഇവിടെ ഉടമ്പടി എടുത്തിട്ടുള്ള ആളാണ്. ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു കരയുന്നത് കണ്ടുകൊണ്ട് പുള്ളിക്കാരി വൈകിട്ട്, പുള്ളിയുടെ ദിവ്യ എന്നാണ് ആളിൻ്റെ പേര്, ആളിൻ്റെ കയ്യിലിരുന്ന തൈലവും ഈ പച്ച മെഴുകുതിരിയും നീല മെഴുകുതിരിയും പ്രാർത്ഥനയും കൃപാസനത്തിലെ ഉപ്പുമായി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ചേച്ചി ഒരു കാര്യം ചെയ്യുക, അവളെ അവളുടെ ഓരോ അവയവങ്ങളിലും തൊട്ട് വിശ്വാസത്തോടെ വിശ്വാസപ്രമാണം ചൊല്ലി അവളെ സമർപ്പിച്ച് ചേച്ചി ഒന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പോൾ ഇവൾക്ക് വൈകിട്ട് കൊണ്ടുവന്ന ഒരു 4 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ
തൈലമെടുത്ത് അതിനു മുമ്പ് തന്നെ 3-ാം പൊക്കം ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ ക്രിയാറ്റിനിൻ നോർമലി 0.6 ഉള്ളായിരുന്നു. 3-ാം പൊക്കം 0.9, പെട്ടെന്ന് 0.9 മാറിയപ്പോൾ ആ ഡോക്ടർ അന്ന് വൈകിട്ട് വിസിറ്റിങ്ങിന് വന്നപ്പോഴും പറഞ്ഞു ക്രിയാറ്റിനിൻ്റെ ലെവലിൽ വേരിയേഷൻ വരാൻ തുടങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് കിഡ്നി ഡാമേജ് ആകുന്നതാണ് ഇതിൻ്റെ ഫസ്റ്റ് ഇത്. അത് കഴിഞ്ഞാണ് ശ്വാസമുട്ടൽ പോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത്. കുഞ്ഞ് ഛർദ്ദിക്കാൻ പറയുമോ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ പറയണം, അല്ലെങ്കിൽ എന്തെങ്കിലും ശ്വാസമുട്ടലോ ബുദ്ധിമുട്ടോ കാണുവാണെങ്കിൽ പറയണം, വയറുവേദന കാണുവാണെങ്കിൽ പറയണം. ഇതൊക്കെ നമ്മളോട് പറഞ്ഞിട്ട് പോയി. അന്ന് വൈകിട്ടാണ് ഈ ആൾ എൻ്റെ കയ്യിൽ ഈ തൈലവും ഉപ്പും മെഴുകുതിരിയും എല്ലാം കൊണ്ടുതരുന്നത്. ഞാൻ സന്ധ്യയ്ക്ക് ഈ തൈലം ഓരോ നെറ്റിയിലും നെഞ്ചത്തും നമുക്ക് ഉള്ളങ്കാല് വരെയും വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് തൈലം ചൊല്ലിയിട്ട് ഞാൻ തൈലം തൂത്തുകൊണ്ട് മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ എൻ്റെ കുഞ്ഞിൻ്റെ എവിടെയെങ്കിലും ഇതിൻ്റെ ഒരു അംശം പറ്റിയിരിപ്പുണ്ടെങ്കിൽ അത് തുടച്ചു നീക്കണേ എന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. വൈകിട്ട് പതിവ് പോലെ തന്നെ ജപമാല ചൊല്ലാനായതിനു മുമ്പേ മെഴുകുതിരി കത്തിച്ച് അളവില്ലാത്ത എന്നൊരൊറ്റ വാക്കേ ചൊല്ലിയുള്ളൂ. ആ ചൊല്ലാൻ തുടങ്ങിയപ്പോൾ അവൾ പറയുകയാണ്, അമ്മ എനിക്ക് ഛർദ്ദിക്കാൻ വരുന്നു എന്ന് കേട്ടപ്പോൾ ആദ്യം ഒരു അങ്കലാപ്പാണ് വന്നത്. അതായത് ഡോക്ടർ നമ്മളോട് ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ സിംറ്റങ്ങൾ വരുന്നതെന്നുള്ള അത് തന്നിരിക്കുന്നത് കൊണ്ട് ആ അങ്കലാപ്പോട് കൂടി തന്നെയാണ് ഞാൻ ആ ഒരു പാത്രം എടുത്ത് അവളുടെ കയ്യിൽ കൊടുത്തത്. അവൾ പെട്ടെന്ന് വൊമിറ്റ് ചെയ്തപ്പോൾ ആ വിഷത്തിൻ്റെ അതേ കളർ, കട്ട പച്ച കളർ, അതായത് ബോട്ടിൽ കഴുകിയത് വായിൽ നിന്ന് വന്നതാണെന്ന് പോലും തോന്നില്ല, കുപ്പിയിൽ നിന്ന് വന്നതുപോലെ തൊണ്ടയിൽ നിന്ന് കുറച്ച് അത് വൊമിറ്റ് ചെയ്യുകയും അമ്മ എനിക്ക് സൗണ്ട് തിരിച്ചു വന്നു പെട്ടെന്ന് പറയുകയാണ്. നെഞ്ചത്ത് വന്ന് ആരോ ഇടിച്ചു, പെട്ടെന്ന് സൗണ്ട് വന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ മാതാവ് മോനെ രക്ഷിച്ചതാ, അമ്മ നമ്മൾ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമാണ് എന്ന് പറഞ്ഞു. മോൻ മാതാവിനോട് പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞാൽ അന്ന് ഇവരുടെ പപ്പയുമുണ്ട്. ഞങ്ങൾ അന്ന് രാത്രി മുഴുവൻ ജപമാല ചൊല്ലി മാതാവിനോട് നന്ദി പറയുകയും സ്തുതി പറയുകയും ചെയ്തു. പതിവ് പോലെ പിറ്റേ ദിവസം ബ്ലഡ് റൊട്ടീൻ ചെയ്തു. റിസൾട്ട് പഴയ പോലെ തന്നെ 0.9 നിന്ന് 0.7 മാറി. ഡോക്ടർ ഞങ്ങളെ നോക്കി ഒരു സമാധാന വാക്ക് പറഞ്ഞു. പിറ്റേ ദിവസം തലേന്ന് പറഞ്ഞിരുന്നത് കുഞ്ഞിൻ്റെ ക്രിയാറ്റിനിൻ്റെ ലെവൽ കൂടുന്നു, പിന്നീട് കുഞ്ഞിനെ ഇനി ICUലേക്ക് മാറ്റും, അമ്മയ്ക്ക് കൂടെ നിൽക്കാൻ പറ്റില്ല, ഞങ്ങൾ പറഞ്ഞതെല്ലാം വില്ലിങ്ങായി മനസ്ഥിതിയോടെ വേണം നിങ്ങൾ ഈ കുഞ്ഞിൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ നിൽക്കാനെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 2 ദിവസം കഴിഞ്ഞു, ബ്ലഡ് റൊട്ടീൻ 0.6 മാറി. വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. കുഞ്ഞിന് കഴിക്കാൻ കൊടുക്കാൻ പറഞ്ഞു. ഞാൻ കഴിക്കാൻ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ കൃപാസന മാതാവിൻ്റെ ഉപ്പുണ്ടായിരുന്നു, അതിലൊരു നുള്ള് നാക്കിൽ തൊട്ട് കൊടുത്തിട്ട് പറഞ്ഞു, മോൻ ആഹാരം കഴിക്കുന്നതിന് മുമ്പേ ഇത് തൊണ്ടയിലൂടെ ഒന്ന് ഉപ്പ് രസം ഒന്ന് അങ്ങനെ ഇറക്കുകയും ഫ്ലൂയിഡ് വെള്ളത്തിൽ കരിക്കും വെള്ളവും കഞ്ഞിവെള്ളവും കൊടുത്തു നോക്കാൻ പറഞ്ഞു. അതിലെല്ലാം മാതാവിൻ്റെ ഉപ്പ് വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് തന്നെ ആഡ് ചെയ്ത് അവളുടെ വായിലേക്ക് കൊടുക്കുകയും അത് വിഴുങ്ങുകയും അവൾക്കൊരു ബുദ്ധിമുട്ടുമില്ലാതെ പിന്നീട് പിന്നെ ഛർദ്ദിച്ചിട്ടുമില്ല. അതുപോലെ തന്നെ ആഹാരം ഇറക്കുന്നതിന് ബുദ്ധിമുട്ടില്ല. അവൾക്ക് ബ്ലഡ് റൊട്ടീൻ ചെയ്തിട്ട് ആദ്യം വന്ന അതേ അവസ്ഥയിലേക്ക് ബ്ലഡ് റൊട്ടീൻ വരികയും പിറ്റേ ദിവസം ഇവളെ റൂമിലേക്ക് മാറ്റുകയുമാണ്. മാറ്റിക്കഴിഞ്ഞ് ഡോക്ടർ വന്നപ്പോൾ ആ ഡോക്ടർ വാർഡിലേക്ക് മാറി ഇവളെ കാണാൻ വന്നപ്പോൾ ആ ഡോക്ടറിൻ്റെ പ്രവർത്തനത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വിഷാംശം ഉള്ളിൽ ചെന്ന ഒരാൾ രക്ഷപ്പെടുന്നത് എന്നാണ് ഡോക്ടർ പറയുന്നത്. 105ഓളം പേര് ഈ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. ഇവളെക്കാൾ ഇളയവരും മൂത്തവരും ഒക്കെ ആയിട്ട് പലരും വന്നിട്ടുണ്ട്. ഒരാളെ പോലും രക്ഷപ്പെടുത്താൻ സാധിച്ചിട്ടില്ല. ഇത് വലിയൊരു അത്ഭുതം തന്നെയാണ് എന്നാണ് ആ ഡോക്ടർ പറയുന്നത്. ഉറപ്പായിട്ടും എൻ്റെ മാതാവ് എൻ്റെ കുഞ്ഞിനെ രക്ഷിച്ചതാണ്, എൻ്റെ മാതാവിൻ്റെ ശക്തിയാണ്. എൻ്റെ മാതാവ് വന്ന് എൻ്റെ കുഞ്ഞിനെ സാക്ഷിയാക്കുക, മാതാവിൻ്റെ സാക്ഷിയാക്കണമെന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിച്ചുള്ളൂ. മാതാവ് വന്ന് തുടച്ചു നീക്കിയാണ് എൻ്റെ കുഞ്ഞിനെ പഴയതിലും ആരോഗ്യവതിയായി. ഇവള് പാട്ടൊക്കെ പാടുന്ന ആളായിരുന്നു. വിഷമം വന്നപ്പോഴും തൊണ്ടയിൽ സൗണ്ടില്ലാതെ വന്നപ്പോഴും അമ്മ എനിക്കിനി പാടാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞ് അവൾ കരഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ഞായറാഴ്ച തറയിൽ പിതാവിൻ്റെ കുർബാനയിൽ തന്നെ കൊയറിന് പാടാനുള്ള അവസരവും മാതാവ് അവൾക്ക് കൊടുത്തു. പിന്നെ പഴയ പോലെ തന്നെ എല്ലാ കാര്യത്തിലും ആക്റ്റീവാകാനും സ്കൂളിൽ പോകാനും വന്നപ്പോൾ ഒരു കുഴപ്പവുമില്ലാതെ എൻ്റെ കുഞ്ഞ് ആരോഗ്യവതിയായിട്ട് നിൽക്കുകയാണ്. അതിനുശേഷം കൂടുതൽ മാതാവിനോട് ഞങ്ങൾ ഭക്തിയുള്ളവരാവുകയും വീട്ടിലെല്ലാവരും 5:30 പ്രത്യക്ഷീകരണ പ്രാർത്ഥനയിലും യൂട്യൂബിലുള്ള അച്ഛൻ്റെ ധ്യാനത്തിലും വൈകിട്ടുള്ള പ്രാർത്ഥനയിലും എല്ലാം പങ്കാളികളാകുന്നുണ്ട്. ഒപ്പം ഞങ്ങൾക്കുണ്ടായ അനുഭവം ഞങ്ങൾ എല്ലാവരോടും തുറന്ന് മാതാവിൻ്റെ അത്ഭുതത്തെപ്പറ്റി പറയുകയും ഞങ്ങളാലാകും വിധമുള്ള സഹായങ്ങൾ എല്ലാവർക്കും ചെയ്യുവാനും ഒക്കെ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. മാതാവ് ഞങ്ങളോടൊപ്പമുണ്ട്. മാതാവാണ് എൻ്റെ കുടുംബത്തെ താങ്ങി നിർത്തിയത്. എൻ്റെ മകളുടെ ആപത്തിനല്ലേ എൻ്റെ ജീവനെ സംരക്ഷിച്ച് എനിക്ക് തന്നിരിക്കുന്നത് കൃപാസന മാതാവാണ്. ആ ഒരു സാക്ഷ്യം എൻ്റെ മകളെ ചേർത്ത് നിർത്തി ഇവിടെ നിന്ന് പറയുവാൻ മാതാവ് അവസരം തന്നതിന് മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു. സങ്കീർത്തനങ്ങൾ 23:4 മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും
അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. അങ്ങയുടെ ഊന്നുവടിയും ദണ്ടും എനിക്ക് ഉറപ്പേകുന്നു. വിഷാംശം ഉള്ളിൽ ചെന്നതിൻ്റെയും പിന്നീടുണ്ടായ അതുമൂലം ഡോക്ടേഴ്സിൻ്റെ അഭിപ്രായം എന്ത്? എത്ര പേഷ്യൻസ് ആ ഹോസ്പിറ്റലിൽ ഇതിനു മുൻപ് ഈ വിഷാംശം മൂലം ഡോക്ടേഴ്സ് അവരെ ശുശ്രൂഷിച്ചിട്ടുണ്ട്. പിന്നീട് ഓരോരുത്തർക്കും ഉണ്ടായ അനുഭവങ്ങൾ എന്ത്? ഇതൊക്കെ സാക്ഷ്യത്തിൽ വ്യക്തമാണ്. ഇന്ന് തൻ്റെ മകൾക്ക് ഈ വിഷാംശം ആ മകളുടെ ഉള്ളിൽ നിന്ന് എങ്ങനെ പോയി എന്നും അതിന് ഉടമ്പടി നേർച്ച വസ്തുക്കൾ, ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിക്കുന്നു. ഇടവിടാതെ ജപമാല ചൊല്ലുന്നു. അതിലൂടെ എങ്ങനെയാണ് തൻ്റെ മകളുടെ ഉള്ളിലേക്ക് കടന്നു എന്ന് ഡോക്ടേഴ്സ് സംശയിച്ച വിഷാംശങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നത് എന്നൊക്കെയുള്ളതാണ് നാം കേട്ടത്. ജനുവരി 24 ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നു. 28 ഈ സംഭവം നടക്കുക. അതായത് നമ്മുടെ മനസ്സറിയുന്ന ദൈവം നമ്മെ തിരഞ്ഞു പിടിച്ചിവിടെ കൊണ്ടുവരുമെന്നുള്ളത് തന്നെയാണ്. അമ്മയ്ക്കറിയാം ഇത് എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. അമ്മ അതിനു മുൻപേ വ്യക്തികളെ ഇവിടെ കൊണ്ടുവരുന്നു, ഉടമ്പടി എടുക്കുന്നു. പിന്നീട് അങ്ങോട്ട് അമ്മയോട് ചേർന്നുള്ള ഒരു ജീവിതത്തിൽ ഈ ഒരു സംഭവം നടന്നത് മൂലം അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കണമേ എന്നുള്ള തൻ്റെ ആ പ്രാർത്ഥന, അതിന് ഇന്നിവിടെ വന്ന് സാക്ഷ്യം പറയുവാനും അതുമൂലം ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ഒക്കെ തങ്ങൾക്ക് കഴിഞ്ഞതിന് ഈ കുടുംബം ഒന്ന് ചേർന്ന് നന്ദി പറയുകയാണ്. എങ്ങനെയാണ് ക്രിയാറ്റിൻ്റെ ലെവലൊക്കെ എങ്ങനെയായിരുന്നു, അതുപോലെ മറ്റോരോ ബുദ്ധിമുട്ടുകൾ ഈ മകൾക്ക് വന്നുകൊണ്ടിരുന്നതൊക്കെ എങ്ങനെയെന്നെല്ലാം നാം കേട്ടു. അതുകൊണ്ട് തന്നെയാണ് മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെ നാം നടക്കുമ്പോഴും കർത്താവിൻ്റെ ഊന്നുവടിയും ദണ്ടും നമുക്ക് ഉറപ്പ് നൽകുന്നു. നല്ല ഇടയൻ കൊണ്ടു നടക്കുന്നതാണ് ഊന്നുവടിയും ദണ്ടുമൊക്കെ ആടുകളെ സംരക്ഷിക്കുവാനായിട്ട്. നല്ല ഇടയനായ ഈശോ എങ്ങനെയാണ് ഈ മകളെ തൻ്റെ കരവലയത്തിൽ സംരക്ഷിച്ച് ഇന്ന് ഈ അൾത്താരയിൽ കൊണ്ടുവന്ന് നിർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയാക്കിയതെന്നുള്ളതാണ് നാം ശ്രവിക്കുന്നത്. നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ ആരാധന.